ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് വായിക്കാം. 32-ാം സങ്കീർത്തനം, സാം നമ്പർ 32, 32-ാം സങ്കീർത്തനം, 32-ാം സങ്കീർത്തനം, സാം നമ്പർ 32. നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം നമ്പർ 32. ഹല്ലേലൂയ, സ്തോത്രം. 32-ാം സങ്കീർത്തനം ഇവിടെ വായിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതായിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെയുമാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഇതേ പരമാർത്ഥികളെല്ലാവരുമുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തുവാനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷമുണ്ട്. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഇന്ന് പൽക്കാലം ദൈവത്തിൽ നമ്മുടെ സന്തോഷമായി തീരട്ടെ. ദൈവത്തിൽ ആനന്ദിപ്പാൻ ഇടയായിത്തീരും. എല്ലാവരും കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനെ വാഴ്ത്താം. നാം ഇവിടെ അതിനം തുറന്ന കർത്താവിനെ വാഴ്ത്തുവാൻ, ദൈവം ചെയ്ത പ്രവൃത്തികളെ ഒന്നുകൂടെ ഓർക്കുവാൻ ഇടയായിത്തീരട്ടെ. എത്ര അനുഗ്രഹത്തോടെ കർത്താവ് നമ്മളെ നടത്തി. രോഗത്തിൻ്റെ അവസ്ഥയിൽ, ക്ഷീണത്തിൻ്റെ അവസ്ഥയിൽ കർത്താവ് നമുക്ക് നീക്കുപോക്കുകളെ നൽകി, ആശ്വാസങ്ങളെ നൽകി. നെടുവീർപ്പെട്ട സ്ഥലത്ത് ഹല്ലേലൂയ അനേക വിഷയങ്ങളുടെ നടുവിൽ നാം ദുഃഖം ഹല്ലേലൂയ നെടുവീർപ്പെട്ടപ്പോൾ കർത്താവ് ആശ്വാസം നൽകിയില്ലേ? എങ്ങനെയായി തീരും ഭാരപ്പെട്ട സമയങ്ങളിൽ കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം ആശ്വാസത്തെ നൽകിയ കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്താം. ഹല്ലേലൂയ. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഇതേ ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. ഹല്ലേലൂയ. ഇതേ പരമാർത്ഥയോടുകൂടി കർത്താവിനെ വാഴ്ത്തുവാൻ, അപ്പാ ദൈവം ചെയ്ത വിടുതലുകളെ ഓർക്കുവാൻ, ഇതേ പരമാർത്ഥിയോട് അവനെ വാഴ്ത്തുവാൻ, അവൻ്റെ നാമത്തെ വാഴ്ത്തുവാൻ ഇന്ന് പൽക്കാലം ഇടയായി തീരട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കനുസരിച്ച് കർത്താവേ, നീ നൽകിയ സൗഖ്യത്തിനായി, വിടുതലിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി കർത്താവേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. അപ്പാ ഞങ്ങളോടുള്ള ദയക്കായി, വിശ്വസ്തതയ്ക്കായി, കുഞ്ഞുങ്ങളോടുള്ള വിശ്വസ്തയ്ക്കായി, വലിയവരോടുള്ള വിശ്വസ്തതയ്ക്കായി, സകലോടുമുള്ള ദൈവികമായ ദയക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവേ, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. കർത്താവേ, സകല പുകഴ്ചയ്ക്കും അങ്ങ് മാത്രം യോഗ്യൻ. കർത്താവേ, ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ, കാലം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശബ്ദം കർത്താവേ, ഹല്ലേലൂയ, കേൾക്കുവാൻ വീണ്ടും ഇടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം, താഴ്ത്തി സമർപ്പിപ്പാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയം വെക്കുവാൻ, യഹോവയിൽ തന്നെ ആശ്രയം വെക്കുവാൻ, യഹോവയിൽ തന്നെ രസിക്കുവാൻ, മറ്റേതിനേക്കാളും ദൈവത്തിൻ്റെ മുഖത്തു നിന്നുള്ള ആശ്രയം ഹല്ലേലൂയ ഇന്ന് പൽക്കാലം മാറിപ്പോകാതെ. മറ്റുള്ള ആശ്രയങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇന്ന് പൽക്കാലം യഹോവയിൽ തന്നെ ആശ്രയം വെക്കുവാൻ ഇടയായി തീരട്ടെ. വിഷയങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ ഒന്നും കൂടെ കർത്താവിൽ ആശ്രയം വെക്കുവാൻ, ഒന്നും കൂടെ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിപ്പാനിടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. അപ്പാ, ദൈവത്തിലുള്ള ആശ്രയം എന്ന് വൽക്കാലം പുതുക്കപ്പെടുവാനിടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി ഹാലിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു വിശുദ്ധ വൽക്കാലം കൂടെ കർത്താവെ ആരാധിപ്പാനും സ്തുതിപ്പാനും ഞങ്ങളെ തിരുവാതിൽ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 18 ദിവസങ്ങൾ
ദിവസങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങൾ ഇവിടുന്ന് കൃപയിൽ മറച്ചു. ദൈവത്തിൻ്റെ കർത്താവ് ധാരാളമായ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ മേലും കർത്താവ് പകർന്നല്ലോ. വിവിധ വിഷയങ്ങൾ കൂടെ, ഭാരങ്ങൾ കൂടെ, രോഗങ്ങൾക്ക് കൂടെ കടന്നുപോയ അവസ്ഥകളുടെ മേൽ സ്വർഗത്തിലെ ദൈവോട് മനസ്സലിഞ്ഞ് കരുണ തോന്നി ഞങ്ങളെ കർത്താവ് നിലനിർത്തിയ കൃപകൾക്കായി ഞങ്ങൾ സ്തോത്രമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പൽക്കാലം അവിടെ ഞങ്ങളെ വീണ്ടും സഹായിക്കണം കർത്താവെ. ഞങ്ങളുടെ മുമ്പാകെ കർത്താവെ ഞങ്ങളുടെ മേശയിൽ നിന്നും പങ്കാളികളാകുവാൻ ഞങ്ങളുടെ ജീവിത കർത്താവെ ഒന്നും കൂടെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, ദൈവം മുമ്പാകെ ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ നിനക്ക് പ്രസാദമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ കർത്താവെ ഒന്നും കൂടെ ശോധന ചെയ്യുവാൻ ഇന്ന് പൽക്കാലം ഇടയാക്കണമേ. തിരുമുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. തുടർന്നും കർത്താവെ അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുനാമത്തും തിരുനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവർക്കും സന്തോഷത്തോടെ സ്തോത്രം അർപ്പിച്ച് ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രകാരം ഒരു വിശുദ്ധ കാലം കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവം ചെയ്ത വിടുതലുകളെ, ദൈവം ചെയ്ത സൗഖ്യത്തെ കർത്താവിൻ്റെ മുമ്പാകെ വന്ന് നന്ദി അറിയിപ്പാനായി, ദൈവത്തിൻ്റെ കൃപകളെ ഒന്നും കൂടെ വർണ്ണിപ്പാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനായി കർത്താവ് നമ്മളെ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അത്രത്തോളം കർത്താവ് നമുക്ക് കൃപ ചെയ്തു. വീണ്ടും നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാൻ, ദൈവം ചെയ്ത വിടുതലുകളെ ഓർക്കാൻ. വിശേഷാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മധ്യത്തിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ച കുടുംബാമിലേക്ക് കാണുവാൻ പോയ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരുവാൻ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ തിരിച്ച് മടങ്ങി സൗഖ്യത്തോടെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. ജോസിസ്റ്റർ മംഗലാപുരത്തിൻ്റെ പ്രദേശത്തേക്ക് വിശേഷന്മാരുടെ സ്നാനത്തോട് ചേർന്ന് കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. സൗഖ്യത്തോടെ കഴിഞ്ഞ ദിവസക്കാലം തിരികെ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ മടങ്ങി വരാൻ ഇടയാകിയല്ലോ. അതുപോലെ സിസ്റ്റർ ആൻമേരി കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പായി നാട്ടിൽ കടന്നുപോയി. ഷാല മേരിയുടെ ഫാദർ പെട്ടെന്ന് ശാരീരികമായ ക്ഷീണമുണ്ടായി. ഒരു ഓപ്പറേഷന്, ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ സർജറിക്ക് താൻ വിധേയപ്പെടുവാനിടയായി. എങ്കിലും കർത്താവ് ആശ്വാസത്തോടെ സർജറി കഴിഞ്ഞ് തിരികെ ഭവനത്തിൽ കടന്നു വരുവാൻ, പെട്ടെന്ന് തന്നെ റിക്കവറി പ്രാപിച്ച് ഭവനത്തിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് കൊടുത്ത വിടുതലിനായി കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. എങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവ് നമുക്ക് നീക്കുപോക്ക് തരുന്ന അനർത്ഥം വ്യസന കാരണമായി തീരാതെ കർത്താവ് നമുക്ക് നിരവധി ആശ്വാസങ്ങൾ കർത്താവ് തരുന്നു. പല പ്രിയപ്പെട്ടവരും ശാരീരികമായ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി. വത്സമ സിസ്റ്ററിൻ്റെ മകൻ സ്റ്റീവ് ജോണ്ടിസിൻ്റെ പ്രയാസം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിൽ വളരെയധികം ക്ഷീണിതനായ മകൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അവർ ഫ്രണ്ട്സ് കൂട്ടുകാർ ചേർന്ന് മകനെ കൊണ്ടുപോകാനിടയായി. എങ്കിലും മകനിപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ ആയിരിക്കുന്നു. മകൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവ് പൂർണ്ണമായ സൗഖ്യം മകന് സ്റ്റീഫിന് കർത്താവ് കൊടുക്കട്ടെ. കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ പൈതൽ വീണ്ടും സ്റ്റഡീസിന് ചേർന്ന് പഠിപ്പാൻ പൈതലിനെ ഇടയാക്കേണ്ടതിനായി പൈതൽ സ്റ്റീവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സിസ്റ്ററിൻ്റെ മദറും കണ്ണിൻ്റെ സർജറി കഴിയുവാനിടയായി. കർത്താവ് ആശ്വാസങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്തത്. എങ്കിലും കർത്താവ് ആശ്വാസങ്ങളെ കൊടുത്തു. കർത്താവിനെ ആശ്വാസത്തോടെ പൂർണ്ണ ബലത്തോടെ കർത്താവ് നടത്തുവാൻ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ. കർത്താവ് എത്രത്തോളം വിടുതലിൽ കർത്താവ് ചെയ്തല്ലോ. തുടർന്നെല്ലാം കടന്നു വന്ന പക്ഷേ നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവദാസന്മാർ, അതുപോലെ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതിയതായി ആരെങ്കിലും നമ്മുടെ നടുവിൽ മീറ്റിങ്ങിലായിരിക്കുന്നെങ്കിൽ അവരെയും ഹാർദവുമായിട്ട് ഇവിടെ പ്രേയർ സെൻ്ററിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് വീണ്ടും സഹായിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലം പകരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് വായിച്ച സങ്കീർത്തനത്തെ ഭാഗത്തിലേക്ക് വേഗം കടന്നു വരാം. നമുക്ക് ആ ഭാഗത്തിൽ കൂടെ തന്നെ ധ്യാനിച്ച് ആ വചനങ്ങളെ വായിച്ച് കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. നാം വായിച്ച സങ്കീർത്തനം സുപരിചിതമായ ഒരു സങ്കീർത്തനം, പലപ്പോഴും നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. അത് ഇന്ന് പലകാലം അത് ധ്യാനിച്ച് ആ വാക്യങ്ങളിൽ കൂടെ വായിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് കടപ്പാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 32-ാം സങ്കീർത്തനം
സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു ധ്യാനം അതിൻ്റെ പ്രാരംഭ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. 32 സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭ വാക്കിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലംഘനം ക്ഷമിച്ചും. പ്രാരംഭ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലോകത്തിലേക്ക് നോക്കിയാൽ അനേക ഭാഗ്യാവസ്ഥകളെപ്പറ്റി അനേകർ പറയും. ഇന്ന കാര്യം കിട്ടി, അല്ലെ ഇന്ന കാര്യം അത് വലിയൊരു ഭാഗ്യമായി പോയി. അനേകർക്ക് കിട്ടാത്ത കാര്യമാണ് ഇനിയൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യമായി. പല കാര്യങ്ങൾ തുല്യം ചെയ്ത് പറയാനുള്ള സാധ്യതകളുണ്ട്. ലോകപ്രകാരം അതൊരു ഭാഗ്യാവസ്ഥയാണ്, അല്ലെ ഇങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയാണ്, ഇന്നൊരു കാര്യം നേടിയതൊരു ഭാഗ്യാവസ്ഥയാണ്, അല്ലെ ഇന്നൊരു കാര്യം നിങ്ങൾ സാധിച്ചല്ലോ, അല്ലെ നിങ്ങൾക്കത് ലഭിച്ചല്ലോ, അത് കിട്ടിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇതൊരു ഭാഗ്യമായിപ്പോയി, ഒരു ഭാഗ്യമായിപ്പോയി നമ്മളിങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. പറയുന്നതാണ്, പറഞ്ഞു പോകും നമ്മൾ ഭാഗ്യം. എന്നാൽ ഒരു ദൈവജനന്റെ ജീവിതം ഭാഗ്യപൂർണമെന്ന് പറയുവാൻ സാധ്യമായി തീരുന്നത് അവൻ കർത്താവിനെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പാപക്ഷമത പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പൂർണ്ണമായി അവനെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ ഭാഗ്യം അവൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. മറ്റ് ഭാഗ്യങ്ങളൊക്കെ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ കാണുന്ന ഭാഗ്യങ്ങൾ, പണ്ട് പറയും ലോട്ടറിയൊക്കെ എടുത്ത് ഓരോരുത്തരെന്ത് ചെയ്യും, ബൈബിളിനകത്ത് വെക്കും. ലോട്ടറി എടുത്തിട്ട് വലിയ കോടികളിലെ ലോട്ടറി എടുത്തിട്ട് ബൈബിളിനകത്തോട്ട് കയറ്റി വെക്കും. അസത്തി അതെന്തോ ലോട്ടറി ദൈവതപ്രകാരമുള്ള പരിപാടിയാണ്. ലോട്ടറി എടുത്ത് വല്ലവരും കരഞ്ഞു കൂവിയുള്ള പൈസയാണ്, അത് നിറച്ച് വെച്ചിട്ട് അത് ബൈബിളിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ലോട്ടറി അടിക്കാനായിട്ട് ബൈബിളിൽ കയറ്റി വെക്കുമായിരുന്നു. ആ ഒരു ഭാഗ്യമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ലോട്ടറി അടിച്ച് കിട്ടുന്നതൊക്കെ ഹല്ലേലൂയ, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാം സമാധാനമില്ല. ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ കാര്യം ഇതുപോലെ ലോട്ടറി അടിച്ച് കിട്ടി. ലോട്ടറി അടിച്ച് വലിയ കോടികൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറക്കമില്ല. പണ്ട് ലോട്ടറി അടിക്കാതിരുന്ന സമയത്ത് അന്നത്തെ ജോലി ചെയ്ത് സമാധാനമുണ്ടായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് കേൾക്കുന്നത് ലോട്ടറി അടിച്ച് ഈ പൈസ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വീടിന് ചുറ്റും വന്ന് ബഹളമാണ്. വീടിന് ചുറ്റും വന്ന ആൾക്കാർ ക്യൂ നിൽക്കുക. കാരണം എന്താ, പണ്ട് അവരുടെ സ്വന്തത്തിൽ പോലും അവരെ അറിയാത്ത പോലും ആൾക്കാർ ഈ ലോട്ടറി അടിച്ചതിൻ്റെ പേരിൽ രാപ്പകലില്ലാതെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെന്തായി മാറ്റപ്പെട്ടു? അസമാധാനമായി മാറ്റപ്പെടുകയാണ്. അത് യഥാർത്ഥ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, അത് യഥാർത്ഥ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. വീണ്ടും വിഷയങ്ങൾ എന്തായി തീരുകയാണ്? ഗൗരവമേറിയ വിഷയത്തിലേക്ക്, അസമാധാനത്തിലേക്ക് മാറുന്നു. എന്നാൽ അങ്ങനെ ഒരു സമാധാനം ഒരു ഭാഗ്യാവസ്ഥയല്ല ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത്. പാപത്തിൽ നിന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, പാപത്തിൽ നിന്ന് ഈ ലോകത്തിൽ ഹല്ലേലൂയ മനുഷ്യനെ ഹല്ലേലൂയ നിർമൂലമാക്കി കളയുന്ന, അവന്റെ ജീവിതത്തിന് ഹല്ലേലൂയ സമാധാനമില്ലാതാക്കി കളയുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ അവന് യഥാർത്ഥമായ ഭാഗ്യാവസ്ഥയിലല്ല. മറ്റെന്തെല്ലാം ഭാഗ്യങ്ങൾ വന്നിട്ടും പാപക്ഷമത ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഭാഗ്യാവസ്ഥയിൽ കൂടെയല്ല നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭാഗ്യാവസ്ഥയല്ല. അങ്ങനെയെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിടുതലുകളാണ് നാം ഇവിടെ പറയാൻ പോകുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ വ്യക്തിപരമായി അനുഭവിച്ച ദൈവം മുമ്പാകെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹല്ലേലൂയ മുഖം അന്വേഷിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ ആദ്യമേ നാം നമ്മുടെ ജീവിതത്തെ കാണേണ്ടത് എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്ത് ഹല്ലേലൂയ ദൈവത്തോട് ഹല്ലേലൂയ കഴുകൽ പ്രാപിക്കേണ്ടത് ആവശ്യമായിട്ടിരിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വിശേഷാൽ കുഞ്ഞുങ്ങളുടെ ആ സെഷനിൽ ഹല്ലേലൂയ as you all hear about the repentance, hallelujah. I know that the last class
the last children's meeting, you all heard about the repentance. Repentance is clearly states, there are so many definitions which came to us, but it clearly states about without repentance, without the confession of sins, we can't enter to the glory of the God. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രവൃത്തി നാം പ്രാപിക്കണമെന്നെങ്കിൽ എന്താവശ്യമാണ്? വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? ദ റിപ്പൻറ്റൻസ് ഓഫ് സിൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. റിപ്പൻറ്റൻസ് ഇല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ലംഘനം എന്ന വാക്ക് നിയമം ലംഘിക്കുക. ഹല്ലേലൂയ. അവിടെ ആ വാക്കിൻ്റെ അർത്ഥം നിയമം ലംഘിക്കുക. ഇനി അവിടെ പാപത്തിൻ്റെ ആ അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ ലക്ഷ്യം തെറ്റുക. ഹല്ലേലൂയ. മാർഗം തെറ്റുക, ലക്ഷ്യം തെറ്റി നിയമത്തിൻ്റെ ഹല്ലേലൂയ സാധ്യതകളെല്ലാം ഹല്ലേലൂയ തെറ്റിക്കൊണ്ട് പോകുന്നൊരു ജീവിതത്തിന് ശാശ്വത പരിഹാരമുള്ളത്, ഹല്ലേലൂയ, ശാശ്വത പരിഹാരമുള്ളത് കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ലോകത്തിൽ അനേക പരിഹാരങ്ങൾ അനേകർ എഴുതി വച്ചിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ നോക്കിയാൽ ഇന്നടുത്ത് പരിഹാരമുണ്ട്, ഇന്നടുത്ത് പരിഹാരമുണ്ട്. പിന്നെ അതൊന്നും യഥാർത്ഥ പരിഹാരമായി മാറ്റപ്പെടുന്നില്ല. അതൊന്നും യഥാർത്ഥമായ പരിഹാരമായി തീരുന്നില്ല. അതൊന്നും യഥാർത്ഥമായ പരിഹാരങ്ങളല്ല. നമുക്കെന്നാൽ പരിഹാരം തരുവാൻ ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അകർത്തി യാഗമായി തീർന്നു കാൽവറിയിൽ. ഹല്ലേലൂയ. പരിഹാരം വരുത്തുവാൻ മറ്റൊന്നിന് സാധ്യമാകാതിരുന്നെടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി കുളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ അകർത്തി യാഗമായി തീർന്നു. ഇന്ന് ഈ പാപക്ഷമതയെപ്പറ്റി പറയുമ്പോൾ, അകൃത്യത്തെപ്പറ്റി പറയുമ്പോൾ, ഇന്ന് ആ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാതെ പലപ്പോഴും കാണാൻ സാധിക്കുന്നത് പാപത്തെ വെച്ച് പല ന്യായീകരണങ്ങൾ പറയുന്നൊരു ലോകത്തിലാണ് ആയിരിക്കുന്നത്. അതെന്താണ് ഇതിന് കുഴപ്പം? കുറച്ച് കഴിയുമ്പോൾ അതെന്താണ് ഇതിന് കുഴപ്പം? ഇന്ന് ഈ ലോകത്തിൽ കണ്ടുവരുന്നത് പാപത്തിനും ന്യായീകരണങ്ങൾ പറയുന്നൊരു ലോകമാണ് ഇന്നായിരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ മുമ്പാകെ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന പ്രമാണം ഒരിക്കലും പാപത്തിൽ കൂടെ യാത്ര ചെയ്യുവാനല്ല, സഞ്ചരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പാപത്തോട് ഹല്ലേലൂയ, ലോകത്തോട് ഹല്ലേലൂയ പ്രമാണം വിട്ട് ഹല്ലേലൂയ നമുക്ക് പോകുവാൻ വഴി കൽപ്പനയില്ല. ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാപവഴികളെ ഏറ്റുപറയുവാനാണ് കർത്താവ് നമ്മളെ തേടി വന്നത്. ഹല്ലേലൂയ. ദ കൺഫെഷൻ ഓഫ് സിൻസ്, ഹല്ലേലൂയ, rather than the hiding of the sins. ഹല്ലേലൂയ. 2 കാര്യങ്ങളുണ്ട്. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ആ 2ാമത്തെ വാക്യത്തിൽ പറഞ്ഞ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമുക്കറിയാം, ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലിയറായ മനസ്സാക്ഷിയിൽ ഉണ്ടാകുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ പൂർണ്ണത വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്താണ്? തെറ്റ് ചെയ്ത വ്യക്തി ദൈവസന്നിധിയിലേക്ക് വന്ന അകൃത്യത്തെ ഏറ്റുപറയുന്നത് മനുഷ്യൻ്റെ മുമ്പിലല്ല, മനുഷ്യനോടല്ല അകൃത്യത്തെ ഏറ്റുപറയുന്നത്, ദൈവത്തിൻ്റെ മുമ്പാകെ. ഹല്ലേലൂയ. ആ അകൃത്യത്തെ ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ അവൻ പൂർണ്ണമായി അതിനെ പരിഹരിച്ചു തരുവാൻ കർത്താവ് ഹല്ലേലൂയ ഉന്നതനായ ദൈവം ഹല്ലേലൂയ അവൻ കടാക്ഷം കരുണയുള്ള ദൈവമാണ്. അവൻ നീക്കുപോക്ക് നൽകുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പാകെ സമർപ്പിപ്പാനിടയായി തീരട്ടെ. കർത്താവിൻ്റെ മേശയുടെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പാകെ താഴ്ത്തി കൊടുക്കുവാൻ ഹല്ലേലൂയ ഇടയായി തീരട്ടെ. ഡു നോട്ട് ബി ദ റീസണിങ്. ഹല്ലേലൂയ. അവിടെ റീസൺ ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ മറ്റേതിനെ റീസൺ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ പോകുവാനല്ല, ന്യായീകരിക്കുവാനല്ല, അതിനെ കവർ ചെയ്യുവാനല്ല. പിന്നെയോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ഹല്ലേലൂയ ആ വിഷയങ്ങളെ തുറന്നു പറയാനിടയായി തീരട്ടെ. 3-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, ഞാൻ മിണ്ടാതെയായിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ ഹല്ലേലൂയ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അത് വേണ്ടതുപോലെ ഉള്ളം തുറക്കുന്നില്ല.
തുറക്കാൻ പറ്റുന്നില്ല. ആ ചെയ്ത കാര്യങ്ങളെ പറയാതിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെ ഏറ്റുപറയുവാൻ, കൺഫസ് ചെയ്യുവാനുള്ള ആ മനോഭാവം, ആ ആറ്റിറ്റ്യൂഡ് വരാത്തിടത്തോളം കാലം അതെന്തായി മാറ്റപ്പെടുകയാണ്? മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ അതൊരു ഡിസ്കംഫോർട്ടായി മാറ്റപ്പെടുകയാണ്. ദൈവമക്കളെ, കുറവുകളെ ദൈവസന്നിധിയിൽ പറയാതെ വരുമ്പോൾ, അത് ഏറ്റുപറയാതെ, അത് കൺഫസ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന അനുഭവമാണ് ഏത്? മിണ്ടാതിരുന്നപ്പോൾ ഞാൻ എന്തായിത്തീർന്നു? നിത്യമായ ഞരക്കത്താൽ ഞരങ്ങുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അവിടെ സമാധാനം നഷ്ടപ്പെടുക, അവിടെ അസ്വസ്ഥം നിറഞ്ഞ ഹല്ലേലൂയ അന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഇല്ല, കുറവുകളെ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ നല്ല മനസ്സാക്ഷിയെ പ്രാപിക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. കുറവുകളെ ഏറ്റുപറയുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആ ബോധ്യത്തെ ഏറ്റെടുക്കുവാൻ. അതാണ് നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഹല്ലേലൂയ. എൻ്റെ അസ്ഥികൾ ക്ഷയിക്കുന്ന അവസ്ഥയിലായി. ഹല്ലേലൂയ. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ദൈവത്തിൻ്റെ കൈ ഭാരമായിരിക്കുകയാണ്. ഹല്ലേലൂയ. രാവും പകലും സങ്കീർത്തക്കാരൻ്റെ ജീവിതത്തിൽ തൻ്റെ വ്യക്തിപരമായ ജീവിതം ആസ്പദമാക്കിയാണ്. ഇപ്പോൾ ആ പ്രവൃത്തി, അവൻ ഒരിക്കൽ അറിഞ്ഞ പ്രവൃത്തി, ഒരിക്കൽ ഏറ്റെടുത്ത പ്രവൃത്തി ഇപ്പോൾ തനിക്ക് ഭാരമായിരിക്കുന്നു. ഇപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ പ്രസൻസ്, ആ സാമീപ്യം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാം. പാപം ഒരിക്കലും ദൈവ സാന്നിധ്യത്തെ ഏറ്റെടുക്കുവാൻ സാധ്യമല്ല കേട്ടോ. പാപം വെച്ചുകൊണ്ട്, പാവവഴികളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചേരുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് ജീവിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സാധ്യമല്ല. പാപത്തിൻ്റെ വഴികളോട് വിട പറയാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സാധ്യമല്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇല്ല, അതിന് സാധ്യമാകുന്നില്ല. ദൈവത്തിനെ പ്രവർത്തിപ്പാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കുവാൻ ഈ പാപം നിറഞ്ഞ അനുഭവത്തിൽ ഒരിക്കലും സാധ്യമല്ല. പാപക്ഷമത പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ ഹല്ലേലൂയ വാഴ്ത്തുവാനിടയായി തീരുകയുള്ളൂ. ഇവിടെ സങ്കീർത്തനക്കാരൻ രാവും പകലും നിൻ്റെ കൈയിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഹല്ലേലൂയ. എങ്ങനത്തെ അവസ്ഥയിലേക്കായി? വറ്റിയ അവസ്ഥ പോലെ. കാരണം എന്താ? ജീവനകത്തേക്ക് വരുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അകത്തേക്ക് വരുന്നില്ല. ഇപ്പം വറ്റിപ്പോയൊരവസ്ഥ പോലെ ഇരിക്കുക. പാപത്താൽ എന്ത് സംഭവിച്ചു? ക്ഷീണം സംഭവിച്ചു. അസ്ഥികളുടെ മേൽ എന്ത് സംഭവിച്ചു? അസ്ഥികളുടെ മേൽ മജ്ജയെന്ന് പറയുന്നത് ഇന്നറായ അനുഭവത്തെ കാണിക്കുന്നു. ഇന്നർ ഫാറ്റിലേക്ക് പാപത്തിൻ്റെ ആ അനുഭവങ്ങൾ കയറിക്കഴിഞ്ഞപ്പോൾ ഇല്ല, അതിൽ നിന്ന് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ മേശയിൽ നാം പങ്കാളികളാകുമ്പോൾ ദൈവമക്കളെ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ഏറ്റെടുക്കുമ്പോൾ ഇല്ല, പാപവഴികൾ കൂടെ ഹല്ലേലൂയ അവൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ സാധ്യമല്ല. അവൻ വിശുദ്ധനായ ദൈവമാണ്, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ്. നമ്മുടെ പാപക്കറകളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ ക്ഷമിച്ച് ഹല്ലേലൂയ ക്രൂശിൽ ഹല്ലേലൂയ തൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് നാം വായിക്കുന്ന പ്രാലത്തിൽ ഹല്ലേലൂയ ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഹല്ലേലൂയ പുണ്യാഹ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഹല്ലേലൂയ നീതിമാനായിരുന്നു ഹാബേല്. എന്നാൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, കുറവുകളെ പരിഹരിപ്പാൻ ഹല്ലേലൂയ, പാപത്തെ പരിഹരിപ്പാൻ ഹല്ലേലൂയ യേശു കർത്താവിന്റെ രക്തം ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി ഒഴുക്കി തന്നത് നമ്മുടെ പാപത്തിൽ നമ്മളെ തിരികെ രക്ഷിപ്പാനാണ്. കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയംഗത്തെ ഈ ആരാധനകൾ ദൈവസന്നിധിയിലേക്ക് ഒന്നും കൂടെ സമർപ്പിച്ചു കൊടുക്കാം. ഹൃദയംഗമായി ഒന്ന് ഹല്ലേലൂയ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തട്ടപ്പാ. ഹല്ലേലൂയ മറ്റൊരു വഴിയുമില്ല. ഹല്ലേലൂയ കർത്താവിനെ കൈക്കൊള്ളുവാൻ മറ്റൊരു വഴിയുമില്ല. ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ റിപ്പന്റൻസ്. ഹല്ലേലൂയ. ടേൺ ബാക്ക് അവേ ഫ്രം അവർ സിൻസ്. ഹല്ലേലൂയ. പാപ വഴികളെ ഏറ്റുപറയാതെ മറ്റൊന്നും കൊണ്ട് സാധ്യമല്ല, മറ്റൊന്ന് നേർച്ച കാഴ്ചകൾ കൊണ്ട്
സാധ്യമല്ല. ഹല്ലേലൂയ. പാപവഴികളെ ഏറ്റുപറഞ്ഞ് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കുറവുകളെ ഏറ്റുപറയുന്നില്ല എങ്കിൽ പാപക്ഷമത പ്രാപിക്കുവാൻ സാധ്യമല്ല. കുറവുകളെ ഏറ്റുപറയുവാൻ, ഓ ഹല്ലേലൂയ, മനുഷ്യനോടല്ല, മനുഷ്യന്റെ മുമ്പാകെയല്ല. മനുഷ്യന് മുമ്പാകെ പറഞ്ഞാൽ തീരത്തില്ല, പരിഹരിക്കപ്പെടത്തില്ല വിഷയങ്ങൾ. പാപം പരിഹരിക്കപ്പെടത്തില്ല. മനുഷ്യന്റെ മുമ്പാകെ അല്ല പറയേണ്ടത്, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുറവുകളെ പറയുവാനിടയായി തീരട്ടെ. നമുക്കറിയാം, ആ പ്രൊഡിഗൽ സൺ, ഹല്ലേലൂയ, അവന് ബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ പിതാവിൻ്റെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. എന്താണ് മടങ്ങി വരവ് കാണിക്കുന്നത്? പാപത്തെ ഹല്ലേലൂയ കളഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ വഴികളിൽ അവൻ യാത്ര ചെയ്തു. പാപത്തിൻ്റെ വഴികൾ കൂടെ അവൻ ദിശയറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ കുറിച്ച് ഓർക്കുന്നു. പിതാവിൻ്റെ ഭവനത്തിൽ, ഹല്ലേലൂയ, പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ, പിതാവിന്റെ ആ ഭവനത്തിലെ സന്തോഷം പ്രാപിക്കുവാൻ അതെങ്ങെ കിട്ടിയില്ല. അവന്റെ പണമുണ്ടായിരുന്നു, അവന്റെ മറ്റുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവനിപ്പോ ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ്, എന്നെ നോക്കിയിരിക്കുന്ന ഒരു പിതാവ്, എന്നെ അടയ്ക്കുന്ന ഒരു പിതാവ് ഇന്ന് വൽക്കാലം ആ പിതാവിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരുവാൻ ഇടയായി തീരട്ടെ. Can we all come towards the Father? Hallelujah. He is our everlasting Father. Hallelujah. He has shown the everlasting mercy upon us. Hallelujah. Shall we submit ourselves into the Lord's hand? ഇതുപോലെ കാലം ആ പിതാവിന്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? അപ്പാ, മറ്റൊരിടത്തും പാപത്തിന് പരിഹാരമില്ല. അവൻ കടന്നു വന്നതില്ലോ പിതാവിന്റെ ഭവനത്തിൽ. ഹല്ലേലൂയ. അനുഭവങ്ങളുണ്ട്. മടങ്ങി വന്നു കഴിഞ്ഞാൽ ആ തേജസ്സിന്റെ അനുഭവം, നഷ്ടപ്പെട്ട അനുഭവം, ഹല്ലേലൂയ, അത് പിതാവിന്റെ ഭവനത്തിലുണ്ട്. അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. That is clearly shows, hallelujah, we have the hope in Christ. We have the hope in Christ. We have the hope in Christ. അനേകര് പാപത്തിന്റെ ജീവിതത്തിൽ അവർ നഷ്ടപ്പെട്ടവരായി തിരികെ കയറി വരാൻ സാധ്യമല്ലാതെ നഷ്ടപ്പെട്ടവരായ ഒരു താഴ്ന്ന പാപത്തിൻ്റെ അവസ്ഥയിൽ പോയപ്പോൾ we have the hope in Christ. ഈ ദേശത്ത് നമ്മളായിരിക്കുമ്പോൾ അനേകർ പറയും, ഇനി ഞങ്ങൾക്കൊരു ഹോപ്പില്ല. എന്നാൽ നമ്മൾ ആർക്ക് ഹോപ്പ് കൊടുക്കേണ്ടവരായിരിക്കണം? നമ്മൾ ആർക്ക് ഹോപ്പ് കൊടുക്കേണ്ടവരായിരിക്കണം? ആർക്ക് ഹോപ്പ് കൊടുക്കേണ്ടതായിരിക്കണം? ഹോപ്പില്ലാതെ അലഞ്ഞ് നരയുന്ന അനേകരുണ്ട്. അവരോട് പറയണം, ഡെഫിനറ്റ്ലി യു ഹാവ് ദ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ്. പിതാവിൻ്റെ ഭവനത്തിൽ പ്രതീക്ഷയുണ്ട്. അവൻ പാപത്തെ, ഹല്ലേലൂയ, പോയ വഴികളെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതുപോലെ നമുക്ക് കുറവുകളെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പറഞ്ഞ് ആ രക്ഷയുടെ സന്തോഷം തിരികെ ലഭിക്കാനിടയായി. ദൈവമക്കളെ, നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനിടയായി തീരട്ടെ. അവിടെ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. കാരണം എന്താ? ഹൈഡ് ചെയ്ത് വെച്ചാൽ വിടുതലുണ്ടോ? ഹൈഡ് ചെയ്ത് വെച്ചാൽ വിടുതലുണ്ടോ? ഇഫ് ഐ ഹൈഡ് മൈ സിൻസ് ആൻഡ് നോട്ട് കൺഫസിങ് മൈ സിൻസ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഫ്രീ ഔട്ട് ഓഫ് മൈ സിൻസ്. I have to come before the presence of God. കൺഫസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ആകുന്നില്ല? ഫ്രീ ആകുന്നില്ല. എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ലംഘനങ്ങളെ ആരോട് ഏറ്റു പറയുമെന്ന്? എൻ്റെ ദൈവത്തോട് ഏറ്റു പറയുമെന്ന്. അല്പസമയം ഒന്ന് സമർപ്പിച്ചാട്ടെ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ ആരോട് പറയും? എൻ്റെ ലംഘനങ്ങളെ ഞാൻ ആരോട് പറയും? എൻ്റെ ലംഘനങ്ങളെ, കുറവുകളെ ഞാൻ ആരോട് പറയും? പരിഹരിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ടെ. പരിഹരിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ട്. എൻ്റെ കുറവുകളെ പരിഹരിപ്പാൻ അവൻ കഴിയുന്നവനാണ്. എൻ്റെ കുറവുകളെ പരിഹരിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. Hallelujah. When I come before him, hallelujah.
എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അപ്പൻ്റെ ഹിതത്തിന് വേണ്ടി, അപ്പൻ്റെ ഇഷ്ടത്തിന് വേണ്ടി താഴ്ത്തി കൊടുക്കുവാൻ, അപ്പൻ്റെ ഹിതത്തിന് വേണ്ടി സബ്മിസീവായി ഇല്ല. ആ മുടിയനായ പുത്രൻ അവൻ്റെ കരങ്ങളിലേക്ക് പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അവനിൽ കൂടെ പൂർണ്ണമാകുവാൻ അവൻ വിധേയപ്പെടുത്തുകയാണ്. അവനതിന് കഴിയില്ല. ഹല്ലേലൂയ. എന്നാൽ പിതാവിൻ്റെ സ്നേഹത്താൽ അവനെ ഹല്ലേലൂയ മൂടുകയാണ്. ഇന്ന് കാലം പാപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, ഹല്ലേലൂയ വിമുക്തമാകുവാൻ ഇല്ല, കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ക്രൂശിൽ അവൻ പരിഹാരമൊരുക്കി. നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി ഹല്ലേലൂയ അവൻ പരിഹാരമൊരുക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. പരിഹാരം ഒരുക്കിയ ദൈവം എൻ്റെ വിഷയത്തിന് മേൽ ഇന്ന് പൽക്കാലം എനിക്ക് പരിഹാരമൊരുക്കി. അവൻ എൻ്റെ സകല വിഷയങ്ങളുടെ മേലും അവൻ പരിഹാരമൊരുക്കിയ ദൈവമാണ്. ഞാൻ പാപം മറച്ചു വെക്കാതെ, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആ കുറ്റം എൻ്റെ മേൽ നിലനിൽപ്പോൾ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല. എനിക്ക് ആ ബന്ധത്തിൽ നിന്ന് ഹല്ലേലൂയ അകന്നു പോകുന്ന അനുഭവത്തിൻ്റെ ഉടമയായി മാറ്റപ്പെടുന്നു. ഇല്ല, അപ്പോൾ നീ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. വി ഹാവ് ദി ഫോർഗീവ്നെസ് ഹല്ലേലൂയ ഫ്രം ഹിം. നമുക്ക് പാപക്ഷമ അവനിൽ കൂടെയുണ്ട്. ദൈവങ്ങളിലേക്ക് താഴ്ത്തിക്കൂടി പ്രകൃഷ്ണനെ ധ്യാനിക്കുന്നൊരു പാട്ട് ഇപ്പോൾ പാടുക. എല്ലാവരും ദൈവസന്നിധിയിലേക്ക് അല്പസമയം സമർപ്പിച്ചു കൊടുക്കാം. ഒരു പാട്ട് ഹല്ലേലൂയയുടെ പാടാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പാപക്കറകളെ ക്ഷമിച്ചു. അവിടുന്ന് ഞങ്ങളുടെ പാപക്കറകളെ ക്ഷമിച്ചു നൽകി. അപ്പാ ക്രൂശിൽ കൂടെ കർത്താവേ, ഏറ്റുപറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആ ക്രൂശിൽ കൂടെയുള്ള വിടുതൽ. ഏറ്റുപറയുന്നെങ്കിൽ, കുറവുകളെ ഏറ്റുപറയുന്നെങ്കിൽ മാത്രമോ. ഏറ്റുപറയാതെ പാപത്തെ മറച്ചു വെച്ചാൽ ഒരിക്കലും പാപക്ഷമത പ്രാപിപ്പാൻ സാധ്യമല്ല. ഏറ്റുപറയുന്നെങ്കിൽ മാത്രം. ഇഫ് യു ആർ കൺഫസിങ് യുവർ സിൻസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു അനുഭവം പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇതുവരെ കർത്താവേ, എനിക്കെൻ്റെ കുറവുള്ള ദിവസം ഏറ്റുപറയാൻ സാധ്യമായിട്ടില്ല എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഹല്ലേലൂയ ഇടപെടുന്നെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു കർത്താവേ. ഓ